ഒരു ഘോര വനത്തിൽ കടക് സിംഗ് എന്നു പേരായ ഒരു സിംഹം വസിച്ചിരുന്നു. വനത്തിലെ എല്ലാ മൃഗങ്ങളും അവനെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഒരു ദിവസം കടക് സിംഗ് വയറ് നിറയെ ആഹാരം കഴിച്ച് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയായിരുന്നു. കടക് സിംഗ് വിശ്രമിച്ചിരുന്ന സ്ഥലത്ത് ഒരു ചെറിയ എലിയുടെ മാളവും ഉണ്ടായിരുന്നു. അവൻ സിംഹത്തിന്റെ ഉറക്കെയുള്ള കൂർക്കം വലി കേട്ട് പൊറുതി മുട്ടി മാളത്തിൽ നിന്ന് വെളിയിൽ വന്നു. ആദ്യമൊക്കെ എലി കടക് സിംഗിനെ കണ്ട് ഭയപ്പെട്ടുവെങ്കിലും പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോഴിവൻ ഗാഠനിദ്രയിൽ കൂർക്കം വലിച്ചുറങ്ങിയാണ്. അതിനാൽ തൽക്കാലം എന്നെ ഇവനൊന്നും ചെയ്യാനാവില്ല. ശരി, അല്പം കുസൃതിയായി കളയാം. അല്ലെങ്കിൽ തന്നെ ഇവന്റെ കൂർക്കം വലി എന്റെ ഉറക്കം കെടുത്തി കളഞ്ഞല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ഉറങ്ങുന്ന സിംഹത്തിന് മുകളിൽ കയറി തുള്ളിച്ചാടാൻ തുടങ്ങി. 1-2 തവണ കടക് സിംഗ് തന്റെ വാലുകൊണ്ട് അടിച്ച് എലിയെ ഓടിച്ചു വിട്ടു. വികൃതിയായ എലി ഇത്തവണ കടക് സിംഗിന്റെ മൂക്കിന്മേൽ കയറിയിരുന്നു. അതോടെ സിംഹം കണ്ണു തുറക്കുന്നു. എലി തനിക്ക് ചുറ്റുമായി തുള്ളിച്ചാടുന്നത് കണ്ട് സിംഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ തന്റെ കൈപ്പത്തി കൊണ്ട് എലിയെ പിടിക്കുന്നു. എന്നിട്ട് പേടിച്ചു വരച്ച എലിയോടായി പറയുന്നു, നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്റെ ഉറക്കം കെടുത്താൻ? ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല, തിന്നുകളയും ഞാൻ. കടക് സിംഗ് പറയുന്നത് കേട്ട് എലിക്ക് വലിയ പേടിയായി. പേടി കാരണം അവൻ വല്ലാതെ വിയർത്തൊഴുകി. വിറയാർന്ന ശബ്ദത്തിൽ അവൻ കടക് സിംഗിനോട് പറയുന്നു, അങ്ങ് ഈ കാട്ടിലെ രാജാവാണ്, മഹാരാജാവാണ്. ഒരു ഭ്രാന്തനായി കരുതി എന്നോട് ക്ഷമിച്ചാലും എന്നെ പോലൊരു നിസ്സാര ജന്തുവിനെ കൊന്നിട്ട് അങ്ങേക്ക് എന്ത് കിട്ടാനാണ്? മറിച്ച് എല്ലാ മൃഗങ്ങളും ഇങ്ങനെ പറയും, മഹാരാജാവ് കടക് സിംഗ് ചെറിയൊരു എലിയെ ഒരു നിസ്സാര കുറ്റത്തിന് കൊന്നുകളഞ്ഞു എന്ന്. എലി പറയുന്നത് കേട്ട് സിംഹം തന്റെ കഴുത്തിളക്കി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. എന്നെ വെറുതെ വിടൂ മഹാരാജാവേ, എന്നെ കൊല്ലരുതേ. ഞാൻ വാക്ക് തരുന്നു, അങ്ങ് ഇന്ന് എന്നെ വെറുതെ വിട്ടാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും ഞാൻ അങ്ങയെ സഹായിക്കും. എലി ഇങ്ങനെ പറയുന്നത് കേട്ട് സിംഹം വളരെ ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അതെ, നിന്നെ പോലൊരു എലിക്കുഞ്ഞ് എന്നെ എങ്ങനെ സഹായിക്കാനാ? നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വല്ലാതെ ചിരി വരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രത്തോളം ചിരിച്ചിട്ടില്ല. ശരി, നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇന്ന് നീ എന്നെ ഒരുപാട് ചിരിപ്പിച്ചു. അതിന്റെ സമ്മാനമായിക്കൊള്ളട്ടെ നിന്റെ ജീവിതം. പൊയ്ക്കോ നീ ഇവിടെ നിന്ന്. ഇത്രയും പറഞ്ഞിട്ട് സിംഹം എലിയെ വെറുതെ വിടുന്നു. എലി വീണും വേച്ചും അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സംഭവത്തിന് കുറച്ച് ദിവസത്തിന് ശേഷം ഏതാനും നായാട്ടുകാർ സിംഹത്തെ പിടിക്കാനായി വനത്തിലെത്തി. സിംഹത്തെ പിടിക്കാനായി അവരവിടെ ബലമുള്ള ഒരു വല വിരിച്ചു. ഒരു ദിവസം സിംഹം വല വിരിച്ചിട്ടുള്ള ആ വഴിയിലൂടെ കടന്നു പോവുകയായിരുന്നു. കഷ്ടകാലത്തിന് സിംഹം ആ വലയിൽ കുടുങ്ങി. വലയിൽ നിന്ന് പുറത്തു കടക്കാൻ സിംഹം എത്ര ശ്രമിച്ചിട്ടും അവൻ അതിൽ നിന്ന് പുറത്തു കടക്കാനായില്ല. സിംഹം ഉറക്കെ ഉറക്കെ അലറാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? എലി അതിലൂടെ കടന്നു പോവുകയായിരുന്നു. സിംഹത്തിന് ശബ്ദം കേട്ടിട്ട് ഉടൻ സിംഹത്തിന്റെ അടുത്തെത്തിയിട്ട് എലി ചോദിച്ചു, ഇത് എന്ത് പറ്റി മഹാരാജാവേ? അങ്ങ് ഈ വലയിൽ എങ്ങനെ കുടുങ്ങി? പക്ഷെ അങ്ങ് വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ എന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് ഈ വല കടിച്ചു മുറിക്കാം. അങ്ങത്തെ എല്ലാം പേടിക്കേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എലി വേഗം വേഗം ആ വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ സിംഹം വലയിൽ നിന്നും മോചിതനായി. അപ്പോൾ എലി സിംഹത്തോട് പറഞ്ഞു, അന്ന് താങ്കൾ എന്നെ കളിയാക്കിയില്ല മഹാരാജാവേ. ഞാൻ പറഞ്ഞതല്ലേ, ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അങ്ങയെ തീർച്ചയായും സഹായിക്കുമെന്ന്. ഇപ്പൊ അങ്ങയ്ക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു നിസ്സാരനായ ദുർബല ജീവിക്ക് പോലും ചിലപ്പോൾ അങ്ങയെ സഹായിക്കാൻ നോക്കുമെന്ന്.
ആ ചങ്ങാതി, ഇന്ന് തൊട്ട് നീ എന്റെ ഉറ്റ ചങ്ങാതിയാണ്. ജീവിതം എന്താണെന്ന് ഇന്ന് നീ എന്നെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.